സിറിയയിലേക്ക് പോവുകയായിരുന്ന റഷ്യൻ വിമാനം കരിങ്കടലിൽ തകർന്നു വീണു. റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ Tu-154 എന്ന വിമാനമാണ് തകർന്നത്. 91 യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. റഷ്യയിൽ നിന്ന് സിറിയയിലേക്കുള്ള യാത്രാമധ്യേയാണ് Tu-154 എന്ന റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ വിമാനം കരിങ്കടലിൽ തകർന്നു വീണത്. 91 യാത്രക്കാരുമായി റഷ്യയിലെ സോച്ചി അട്ലിർ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന വിമാനം 20 മിനിറ്റിനകം റഡാറുമായുള്ള ബന്ധം നഷ്ടപ്പെട്ട് അപ്രത്യക്ഷമാവുകയായിരുന്നു. തുടർന്നുള്ള തിരച്ചിലാണ് റഷ്യൻ കരിങ്കടലിൽ നിന്ന് 1.5 കിലോമീറ്റർ അകലെ വിമാനം തകർന്നു വീണതായി കണ്ടെത്തിയത്. ഈ വിവരം റഷ്യൻ ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിക്കുകയും ചെയ്തു. പുതുവത്സരാഘോഷങ്ങൾക്കായി സിറിയയിലെ ലഡാക്കിലേക്ക് പുറപ്പെട്ട വിമാനത്തിൽ റഷ്യൻ മിലിറ്ററി ബാൻഡ് സംഘവും 9 മാധ്യമപ്രവർത്തകരും വിമാന ജീവനക്കാരും ഉൾപ്പെടെ 91 പേരാണുണ്ടായിരുന്നത്. എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് റഷ്യൻ സ്ഥാനപതിയെ തുർക്കിയിൽ വെച്ച് വെടിവെച്ച് കൊന്നതും റഷ്യൻ വിമാനം IS ബോംബ് വെച്ച് തകർത്തതുമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. സിറിയൻ വിമതർ റഷ്യക്കെതിരെ അക്രമങ്ങൾ അഴിച്ചുവിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതൊരു അട്ടിമറി ശ്രമമാണോ എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ന്യൂസ് ഡെസ്ക്. 4 ദിവസത്തെ ദുബായ് സന്ദർശനത്തിന് ശേഷം സംസ്ഥാനത്ത് തിരിച്ചെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തിരക്കിട്ട ഔദ്യോഗിക യോഗങ്ങളിൽ മുഴുകും. എല്ലാ മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെയും യോഗം വിളിച്ചു ചേർത്ത മുഖ്യമന്ത്രി വകുപ്പ് തലവന്മാരുമായും ചർച്ച നടത്തുന്നുണ്ട്. സംസ്ഥാന പോലീസ് മേധാവിയുമായി പ്രത്യേക ചർച്ച നടത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തും. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ കൊച്ചി സ്മാർട്ട് സിറ്റി 2021 തന്നെ പൂർത്തിയാക്കുന്ന കാര്യമുൾപ്പെടെ നിരവധി കാര്യങ്ങളാണ് ദുബായ് സന്ദർശനത്തിലെ ചർച്ചകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടുത്തിയത്. പ്രവാസി മലയാളികളുടെ നിർമ്മാണ മേഖലയിലെ തൊഴിൽ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് സ്ഥലങ്ങളിലെ തൊഴിൽ ബുദ്ധിമുട്ടുകളും മുഖ്യമന്ത്രി ദുബായ് ഭരണാധികാരികളുമായി ചർച്ച നടത്തിയിരുന്നു. 4 ദിവസത്തെ ദുബായ് സന്ദർശനത്തിന് ശേഷം സംസ്ഥാനത്ത് മടങ്ങിയെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും തിരക്കിട്ട ഔദ്യോഗിക യോഗങ്ങളിൽ മുഴുകുകയാണ്. തിങ്കളാഴ്ച മുഖ്യമന്ത്രി എല്ലാ മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫുകളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. വിവിധ വകുപ്പുകളുടെ പ്രവർത്തനത്തിലെ കാലതാമസവും പേഴ്സണൽ സ്റ്റാഫുകൾക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണവും യോഗത്തിൽ ചർച്ചാ വിഷയമാകും. മന്ത്രിമാരുടെ ഓഫീസുകളിൽ ഫയലുകൾ കെട്ടിക്കിടക്കുകയാണെന്നും റേഷൻ വിതരണം ഉൾപ്പെടെയുള്ള ജനങ്ങളുടെ കാര്യങ്ങളിൽ കെടുകാര്യസ്ഥത വർദ്ധിച്ചിരിക്കുകയാണെന്നുമുള്ള പ്രതിപക്ഷ ആരോപണവും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പോലീസിന്റെ പ്രവർത്തനം ചർച്ച ചെയ്യാനും UAPA ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ കേസുകളുടെ കാര്യങ്ങൾ പരിശോധിക്കാനുമായി മുഖ്യമന്ത്രി DGP ലോക്നാഥ് ബെഹ്റയുമായും കൂടിക്കാഴ്ച നടത്തും. വിവിധ വകുപ്പ് തലവന്മാരുടെ യോഗവും മുഖ്യമന്ത്രി വിളിച്ചിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥ പ്രതിനിധികളുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയേക്കും. കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായും കൂടിക്കാഴ്ചയ്ക്കുള്ള സമയം മുഖ്യമന്ത്രി ചോദിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി തീർപ്പ് കൽപ്പിക്കാനുള്ള അടിയന്തര സ്വഭാവമുള്ള ഫയലുകളിൽ തീരുമാനമെടുക്കാനായിരിക്കും സെക്രട്ടേറിയറ്റിലെത്തുന്ന മുഖ്യമന്ത്രി ആദ്യം പ്രാമുഖ്യം നൽകുക. പിന്നീട് മറ്റ് ഫയലുകളുടെ കാര്യവും പരിശോധിച്ച മുഖ്യമന്ത്രി പ്രവർത്തനത്തിന്റെ തിരക്കിലാകും. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പണം മോഷ്ടിച്ചെന്നാരോപിച്ച് 18-കാരിയായ വിദ്യാർത്ഥിനിയെ മെഡിക്കൽ ലാബ് ഉടമ തുടയിൽ സൂചി കുത്തിക്കയറ്റിയും മർദ്ദിച്ചും പീഡിപ്പിച്ചതായി പരാതി. കോതമംഗലത്താണ് സംഭവം. 7 മണിക്കൂറോളം മുറിയിൽ പൂട്ടിയിട്ടതായിരുന്നു മർദ്ദനമെന്നും പരാതിയിൽ പറയുന്നുണ്ട്. പെൺകുട്ടിയുടെ പരാതിയിൽ ലാബ് ഉടമ നാസറിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു. ഒളിവിൽ പോയ പ്രതിക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കി. ഒരാഴ്ച മുമ്പാണ് സംഭവം നടന്നത്. ലാബ് ടെക്നീഷ്യൻ കോഴ്സിന് ഫീസ് അടയ്ക്കാൻ പണമുണ്ടാക്കാനായി കഴിഞ്ഞ മാസം മുതൽ കോതമംഗലത്തെ മെഡിക്കൽ ലാബിൽ പാർട്ട് ടൈം ജോലിക്കെത്തിയ പെൺകുട്ടിയാണ് ക്രൂര പീഡനത്തിനിരയായത്. ഡിസംബർ 16 രാവിലെ 8:30 മുതൽ 3:30 വരെയായിരുന്നു പീഡനമെന്ന് പരാതിയിൽ പറയുന്നു. ലാബിൽ നിന്ന് 26,000 രൂപ മോഷ്ടിച്ചെന്നാരോപിച്ചായിരുന്നു ലാബ് ഉടമ നാസർ പെൺകുട്ടിയെ ഉപദ്രവിച്ചത്. കുറ്റം സമ്മതിപ്പിക്കാനായി കരണത്തടിക്കുകയും ചുവരിൽ ചേർത്ത് നിർത്തി തുടയിൽ സൂചിയുമായുള്ള സിറിഞ്ച് കുത്തിക്കയറ്റുകയും ചെയ്തെന്ന് പരാതിയിൽ പറയുന്നു. ഇതിനിടെ സൂചി ഒടിഞ്ഞ് മാംസത്തിൽ കയറുകയും ചെയ്തു. നിവർത്തിയില്ലാതെ മോഷണക്കുറ്റം സമ്മതിച്ച് എഴുതി ഒപ്പിട്ട് നൽകിയ ശേഷമാണ് തന്നെ വിട്ടയച്ചതെന്നും പെൺകുട്ടി നൽകിയ പരാതിയിൽ പറയുന്നു. തുടയിൽ സൂചി കയറിയതിനെ തുടർന്ന് കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പെൺകുട്ടിയെ പിന്നീട് കോലഞ്ചേരിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ശസ്ത്രക്രിയയിലൂടെയാണ് സൂചി പുറത്തെടുത്തത്. പെൺകുട്ടിയുടെ പരാതി പ്രകാരം ലാബ് ഉടമ തങ്കളം സ്വദേശി നാസറിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കോതമംഗലം പോലീസ് കേസെടുത്തു. സംഭവം നടക്കുന്ന സമയത്ത് നാസറിന്റെ ഭാര്യയും ലാബിലുണ്ടായിരുന്നു. പീഡന വിവരം പറയാതിരുന്നതിന് നാസറിന്റെ ഭാര്യയ്ക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. കേസെടുത്തതിനെ തുടർന്ന് ഇരുവരും ഒളിവിലാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ സാംസ്കാരിക സ്ഥാപനങ്ങളിൽ കാവ്യവൽക്കരണം തുടരുന്നു. RSS പ്രമുഖൻ വൈ സുദർശൻ റാവുവിനെ നളന്ദ സർവകലാശാല വൈസ് ചാൻസലറാക്കാൻ കേന്ദ്രം നീക്കം തുടങ്ങി. ഇതിനെതിരെ പ്രതിഷേധവും ശക്തമാണ്. മോഡി സർക്കാർ അധികാരത്തിൽ എത്തിയതിനു തൊട്ടുപിന്നാലെ വൈ സുദർശൻ റാവുവിനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ ചെയർപേഴ്സണാക്കിയത് വിവാദമായിരുന്നു.
വിദ്യാഭ്യാസ സാംസ്കാരിക സ്ഥാപനങ്ങളിൽ സംഘപരിവാർ അനുഭാവികളെ തിരികെ കയറ്റുന്നതിനെതിരായ പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടെയാണ് സുദർശൻ റാവുവിനെ നളന്ദ സർവകലാശാല വൈസ് ചാൻസലറാക്കാൻ കേന്ദ്രം നീക്കം ആരംഭിച്ചത്. ഇഫ്ലു വൈസ് ചാൻസലർ പ്രൊഫസർ സുനൈന സിംഗ്, JNU പ്രൊഫസർ മകരന്ദ് പരഞ്ജബെ, ചരിത്രകാരി നിർമ്മല ശർമ്മ എന്നിവരുടെ പേരുകളാണ് നേരത്തെ ഈ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നത്. നളന്ദ വൈസ് ചാൻസലർ തസ്തികയിലേക്ക് 160 അപേക്ഷകളാണ് ലഭിച്ചത്. എന്നാൽ ഇവരെയെല്ലാം പിന്തള്ളിയാണ് സുദർശൻ റാവുവിനെ നിയമിക്കാൻ ഒരുങ്ങുന്നത്. നോബൽ ജേതാവ് അമർത്യ സെൻ, മുൻ സിംഗപ്പൂർ വിദേശകാര്യമന്ത്രി ജോർജ് ഇയോ തുടങ്ങിയവർ നേരത്തെ നളന്ദ വൈസ് ചാൻസലർമാരായിരുന്നു. ഇരുവരും കേന്ദ്ര സർക്കാരിനോടുള്ള എതിർപ്പ് പരസ്യമായി പ്രകടിപ്പിച്ച് രാജിവെച്ചിരുന്നു. നളന്ദ സർവകലാശാല ഗവേണിംഗ് ബോഡി കേന്ദ്ര സർക്കാർ ഉടച്ചുവാർത്തതും വിവാദമായി. ന്യൂസ് ബ്യൂറോ, ദില്ലി. പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും സന്ദേശം പകർന്ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ക്രിസ്തുമസ് ആഘോഷിക്കുന്നു. ക്രിസ്തുമസിനോടനുബന്ധിച്ച് ക്രൈസ്തവ ദേവാലയങ്ങളിൽ തിരുപ്പിറവി ചടങ്ങുകൾ നടന്നു. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ നടന്ന ആരാധനാ ശുശ്രൂഷകൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. യേശുദേവന്റെ ജന്മസ്ഥലമായ ബത്ലഹേമിൽ നടന്ന പാതിരാ കുർബാനയിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. കേരളത്തിലെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിലും തിരുപ്പിറവി ചടങ്ങുകൾ നടന്നു. ആശയറ്റവർക്ക് പ്രത്യാശയുടെ നിറതിലാവായി, ആലംബഹീനർക്ക് അത്താണിയായി, ബന്ധിതർക്ക് വിമോചനത്തിന്റെ രക്ഷാനുഭവമായി ദൈവപുത്രൻ ഭൂമിയിൽ അവതരിച്ചതിന്റെ ഓർമ്മയിലാണ് വിശ്വാസികൾ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. യേശുദേവന്റെ ജന്മസ്ഥലമായ ബത്ലഹേമിൽ നടന്ന പാതിരാ കുർബാനയിൽ 100 കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ തിരുപ്പിറവി ദിനത്തിൽ നടന്ന ആരാധനാ ശുശ്രൂഷകൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ദിനത്തിൽ സംസ്ഥാനത്തെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടന്ന പാതിരാ കുർബാനയിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത്. സുവിശേഷ വായനയ്ക്ക് ശേഷം തിരുപ്പിറവി അറിയിച്ച് പള്ളിമണികൾ മുഴങ്ങി. യേശുവിന്റെ രൂപമെടുത്ത് കാർമ്മികർ ദേവാലയം ചുറ്റി നടത്തിയ പ്രദക്ഷിണമായിരുന്നു തിരുപ്പിറവിയുടെ പ്രധാന ചടങ്ങ്. മെഴുകുതിരികൾ കയ്യിലേന്തി വിശ്വാസികളും പ്രദക്ഷിണത്തിൽ പങ്കാളികളായി. പ്രദക്ഷിണശേഷം പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ ഉണ്ണിയേശുവിന്റെ രൂപം പ്രതിഷ്ഠിച്ചു. കൊച്ചി സെന്റ് മേരീസ് കത്തീഡ്രൽ ബസലിക്കയിൽ സംഘടിപ്പിച്ച തിരുപ്പിറവി ആഘോഷങ്ങൾക്ക് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി നേതൃത്വം നൽകി. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് ക്രിസ്മസിന്റെ സമാധാനം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നത്? സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമ്മീസ് കാതോലിക്ക ബാവയും പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കരുണയുടെ കരങ്ങളായി നമ്മുടെ കരങ്ങൾക്ക് ഒരു പുതിയ ഊർജം കൊടുക്കേണ്ടതുണ്ട്. കുർബാനയ്ക്ക് ശേഷം വിശ്വാസികൾ കേക്ക് മുറിച്ചും പരസ്പരം സമാധാനം ആശംസിച്ചുമാണ് വീടുകളിലേക്ക് മടങ്ങിയത്. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് തലസ്ഥാനത്ത് പടുകൂറ്റൻ സാന്റാക്ലോസ് ഒരുങ്ങി. ലോകത്തിലെ ഏറ്റവും വലിയ സാന്റ എന്ന റെക്കോർഡിലേക്കാണ് നെയ്യാറ്റിൻകരയിൽ ഒരുക്കിയ ഈ സാന്റാശില്പം നടക്കുന്നത്. 3G ഫ്രണ്ട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് 101 അടി ഉയരമുള്ള ശില്പം നിർമ്മിച്ചത്. നെയ്യാറ്റിൻകര ഇത്തവണ ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് വലിയ സാന്റാക്ലോസിനൊപ്പമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സാന്റാക്ലോസ് എന്ന പേരിൽ ഗിന്നസ് റെക്കോർഡിന്റെ തിളക്കം കാത്തിരിക്കുന്ന ക്രിസ്മസ് അപ്പൂപ്പനോടൊപ്പം. നെയ്യാറ്റിൻകര ഓലത്താനിയിലെ 3G ഫ്രണ്ട്സ് ക്ലബ് അംഗങ്ങൾ ചേർന്നാണ് 101 അടി ഉയരമുള്ള പടുകൂറ്റൻ സാന്റാ ശില്പം ഒരുക്കിയത്. ഈ കാണുന്ന ഉയരത്തിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടി ഒത്തിരി ദിവസത്തെ കഷ്ടപ്പാട് ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ക്ലബ് അംഗങ്ങൾ എല്ലാവരും ഏകദേശം 2.5 ടൺ പൈപ്പ് ഇതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഏകദേശം 500 മീറ്ററോളം വെൽവെറ്റിന്റെ തുണി ഉപയോഗിച്ചിട്ടുണ്ട്. 350 മീറ്ററോളം മെറ്റൽ ചിപ്പ് ഇതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. 65 അടി ഉയരമുള്ള ലാറ്റിൻ അമേരിക്കയിലെ സാന്റാക്ലോസ് ആണ് നിലവിൽ ലോകത്തെ ഏറ്റവും ഉയരമുള്ള സാന്റാക്ലോസ് എന്ന റെക്കോർഡിനുടമ. 2013 ഈ ഗിന്നസ് റെക്കോർഡാണ് നെയ്യാറ്റിൻകരയിലെ ക്രിസ്മസ് അപ്പൂപ്പൻ മറികടക്കാൻ ഒരുങ്ങുന്നത്. ഇതിനായുള്ള പ്രാഥമിക നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു. ശില്പിയായ രാധാകൃഷ്ണൻ ഭാവനയുടെ നേതൃത്വത്തിലാണ് 10 ലക്ഷം രൂപ ചിലവിൽ കൂറ്റൻ സാന്റാക്ലോസിനെ നിർമ്മിച്ചത്. ഒപ്പം ഒരേക്കർ സ്ഥലത്ത് വലിയ പുൽക്കൂടും നിർമ്മിച്ചിട്ടുണ്ട്. ക്രിസ്തുമസ് ദിനത്തിലും തുടർന്നും വലിയ സാന്റായെ കാണാനായി ഒട്ടേറെ പേരെത്തുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നോട്ട് പ്രതിസന്ധി സംസ്ഥാനത്തെ ക്രിസ്മസ് വിപണിയെ സാരമായി ബാധിച്ചതായി വ്യാപാരികൾ.
ക്രിസ്മസ് വിപണിയിൽ പ്രതീക്ഷയർപ്പിച്ച കേക്ക് കച്ചവടവും നക്ഷത്ര അലങ്കാര വസ്തുക്കളുടെ വിൽപ്പനയും മുൻവർഷത്തെ അപേക്ഷിച്ച് ഗണ്യമായി കുറഞ്ഞതായും വിപണികളിലെ തിരക്ക് സാക്ഷ്യപ്പെടുത്തുന്നു. ഒഴിവു ദിവസങ്ങൾ ആഘോഷിക്കാൻ സർക്കാർ ജീവനക്കാരും സ്കൂൾ അവധിക്കാലം ആഹ്ലാദിക്കാൻ വിദ്യാർത്ഥികളും രംഗത്തെത്തി. എങ്ങും നക്ഷത്രങ്ങളും യേശുവിന്റെ തിരുപ്പിറവി ആഘോഷത്തിന്റെ ഭാഗമായുള്ള പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീയും വൈദ്യുത ദീപാലങ്കാരവും. പക്ഷേ ക്രിസ്മസ് വിപണിയിൽ മാത്രം പ്രതീക്ഷിച്ച അത്രയും തിരക്കില്ല. കച്ചവടം പൊടിപൊടിക്കുമെന്ന് കരുതി സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയിരുന്നവർ നിരാശരായി. നോട്ട് പ്രതിസന്ധി തന്നെയാണ് ഈ ക്രിസ്മസ് വിപണിയിലെ പ്രധാന വില്ലൻ. ക്രിസ്മസ് കേക്ക് വിൽപ്പന തകൃതിയാകുമെന്ന് വിചാരിച്ച വ്യത്യസ്തങ്ങളാർന്ന കേക്കുകൾ ഒരുക്കി കൂടുതൽ സ്റ്റോക്ക് കരുതിയ ബേക്കറികളിലും കേക്ക് മേളകളിലുമൊക്കെ കച്ചവടം തീരെ കുറവാണ്. തീർച്ചയായിട്ടും നല്ലൊരു പ്രതീക്ഷയുള്ള സമയമായിരുന്നു. പക്ഷേ ഈ ക്യാഷിൻ്റെ പ്രശ്നം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ 2000 രൂപയുടെ ആകുമ്പോഴത്തേക്കും കൂടുതൽ ചില്ലറ കൊടുക്കാനില്ല. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾ വിട്ടുകളയും. ക്രിസ്മസ് അലങ്കാര വസ്തുക്കളുടെ കടകളിലും വസ്ത്രമാളികളിലുമൊക്കെ സ്ഥിതി മറ്റൊന്നല്ല. നല്ലൊരു ഇത് വരേണ്ടതാണ്. പക്ഷേ വിപണിയിൽ ഇത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആൾക്കാരും വരുന്നില്ല. ഒരു എബോ ക്ലാസ് ആൾക്കാർ മാത്രമേ വരുന്നുള്ളൂ. ബിലോ ക്ലാസ്സും മിഡിൽ ക്ലാസ്സും വന്നിട്ടില്ല. പുൽക്കൂടിനും ക്രിസ്മസ് ട്രീക്കും കൂടുതലായിരുന്ന വില കുറച്ചിട്ടും ആവശ്യക്കാർ എത്തുന്നില്ല എന്നതും വസ്തുത. പണപ്രശ്നമുള്ളതിനാൽ ഉള്ളതുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കാമെന്ന ആളുകളുടെ ചിന്തയാണ് ഈ വിപണിക്ക് തിരിച്ചടിയായതെന്നും വ്യാപാരികൾ പറയുന്നു. വീണ്ടും ഒരു ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ തന്നെ നോട്ട് മാന്ദ്യം വലിയ രീതിയിൽ തന്നെയാണ് ബാധിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കച്ചവടക്കാരെ തന്നെയാണ് ഇത് സാരമായി ബാധിച്ചിരിക്കുന്നത്. ക്യാമറാമാൻ കുമാറിനൊപ്പം സുനിൽ അരിമാനം. സമൂഹം അടിപ്പേൽപ്പിച്ച അനാഥത്വത്തിൽ നിന്ന് താൽക്കാലികമായി സനാഥരാകാൻ ഇക്കുറി കുട്ടികൾ ക്രിസ്മസ് അവധിക്കാലം കുടുംബാന്തരീക്ഷത്തിൽ ആഘോഷിക്കാൻ പുറപ്പെട്ടു. വലിയ മനസ്സിനുടമകളായ ഏതാനും കുടുംബങ്ങൾക്കൊപ്പമാണ് കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാനും തിരികെ അവർക്ക് സ്നേഹം പകരാനും പോയത്. ഫോസ്റ്റർ കെയർ എന്നാൽ താൽക്കാലിക അനാഥത്വം. ഈ പദ്ധതി പ്രകാരമാണ് കേരളത്തിൽ വിവിധ അനാഥാലയങ്ങളിൽ കഴിയുന്ന 42,000-ഓളം വരുന്ന കുട്ടികളിൽ നാമം മാത്രമെങ്കിലും സനാഥരാകാനും തങ്ങൾക്ക് അന്യമായ കുടുംബാന്തരീക്ഷത്തിൽ ജീവിക്കാനും അവസരം ലഭിച്ചത്. കൊല്ലം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 30-ലധികം കുട്ടികൾ നിയമവിധേയമായി സന്മനസ് കാട്ടിയ കുടുംബങ്ങൾക്കൊപ്പം ക്രിസ്മസ് ആഘോഷിക്കാൻ പോയി. അവിടെ പോയാൽ നന്നായിട്ട് ജീവിക്കും. അവരുടെ അടുത്ത് അവർ പറയുന്നതൊക്കെ അനുസരിച്ച് ജീവിക്കും. പിന്നെ അവർക്ക് ഒത്തിരി സ്നേഹമൊക്കെ കൊടുക്കും. അനുസരണയോടെ നിൽക്കും. അവർ പറയുന്നതെല്ലാം കേൾക്കും. സന്തോഷത്തോടെ അവിടെ നിൽക്കും. ഒരു അമ്മച്ചൻ്റെ സ്നേഹം വേണ്ടി ഞാൻ അവിടെ പോവുക. പക്ഷേ അറിയില്ല, എനിക്ക് സന്തോഷമുണ്ട് പോകാൻ. പിന്നെ അവിടെ പോയിട്ട് ഒരു 10 ദിവസം ഞാൻ തിരിച്ചു വരും. പല കാരണങ്ങളാൽ അനാഥാലയങ്ങളിൽ എത്തപ്പെട്ട കുട്ടികളെ ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ പ്രാപ്തരാക്കുകയാണ് ലക്ഷ്യമെന്ന് CWC ചെയർമാൻ ആന്റണി പറഞ്ഞു. കുട്ടികളെ ഉപദേശിക്കുക അല്ലെങ്കിൽ കൗൺസിൽ ചെയ്യുക എന്നുള്ളതിലുപരി വീട്ടനുഭവം പകർന്നു കൊടുക്കുക എന്നുള്ളത്, വീട്ടനുഭവം നിഷേധിക്കപ്പെട്ട കുട്ടികൾക്ക് വീട്ടനുഭവം പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. കുട്ടികളുടെ താൽക്കാലിക രക്ഷകർതൃത്വം ഏറ്റെടുത്ത കുടുംബങ്ങൾക്ക് കൗൺസിലിംഗ് നൽകുകയും അവരെക്കുറിച്ച് അന്വേഷണവും നടത്തിയ ശേഷമാണ് കുട്ടികളെ അയക്കുന്നത്. കൂടാതെ സർക്കാർ നിരീക്ഷണവും കുട്ടികൾ മടങ്ങി വരുന്നതുവരെ ഉണ്ടാകും. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. സമൂഹത്തെ തെറ്റിൽ നിന്ന് ശരിയിലേക്ക് നയിക്കാനുള്ള പ്രവാചക ദൗത്യം വ്യത്യസ്തമായ വഴിയിലൂടെ നിറവേറ്റുകയാണ് ദില്ലിയിൽ ഒരു മലയാളി വൈദികൻ. കാർട്ടൂണുകളിലൂടെയാണ് സമൂഹത്തോട് ഇദ്ദേഹം സംവദിക്കുന്നത്. നോട്ട് നിരോധനത്തെ വിമർശിക്കുന്ന ക്യാഷ്ലെസ് ക്രിസ്മസ് എന്ന കാർട്ടൂണാണ് ഇത്തവണത്തെ ക്രിസ്മസ് സമ്മാനം. നന്മയുടെയും സമാധാനത്തിന്റെയും സന്ദേശം വഹിച്ച ത്യാഗജീവിതത്തിന്റെ ഓർമ്മകളാണ് ക്രിസ്മസ് ദിനം വീണ്ടെടുക്കുന്നത്. തെറ്റിൽ നിന്നും ശരിയിലേക്ക് നയിക്കുക എന്ന പ്രവാചക ദൗത്യം നെഞ്ചിലേറ്റി കാർട്ടൂണുകളിലൂടെ സമൂഹത്തെ നയിക്കുകയാണ് ദില്ലിയിലെ ഒരു മലയാളി വൈദികൻ. പുരോഹിതന്മാരിലെ കാർട്ടൂണിസ്റ്റ് എന്നോ കാർട്ടൂണിസ്റ്റുകളിലെ പുരോഹിതനെന്നോ വിളിക്കാം. ദില്ലി സഫ്ദർജംഗ് ജെറുസലേം മാർത്തോമ ദേവാലയത്തിലെ വികാരിയായ ഫാദർ ജോസ് പുനമഠത്തിനെ. സാമൂഹിക നിരീക്ഷണങ്ങളിലൂടെ പിറക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് പുനമഠത്തിൽ അച്ഛന്റെ കാർട്ടൂണുകൾ. ഇത്തവണത്തെ ക്രിസ്മസ് സമ്മാനം കേന്ദ്ര സർക്കാരിന്റെ നോട്ട് നിരോധനത്തെ ഹാസ്യാത്മകമായി വിമർശിക്കുന്ന ക്യാഷ്ലെസ് ക്രിസ്മസ് എന്ന കാർട്ടൂൺ. ക്രിസ്മസ് ഫാദർ ഗിഫ്റ്റ് കൊടുക്കാൻ ഇല്ലാതെ ATMന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നു. അപ്പോൾ ATMന്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ആളുകൾ വന്നപ്പോൾ അദ്ദേഹം പറയുന്നു, എൻ്റെ ഗിഫ്റ്റ് തരാനില്ല, ക്യാഷ്ലെസ് ക്രിസ്മസ് ആണ്, മണി എടുക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് യാതൊരു ഗിഫ്റ്റും ഇല്ല. കേരളത്തിലെ മാലിന്യ പ്രശ്നം, തെരുവുനായ പ്രശ്നം തുടങ്ങിയവയെല്ലാം കാർട്ടൂണുകൾക്ക് വിഷയമായി. ചിരിയുടെ തമ്പുരാനായ ക്രിസോസ്റ്റം തിരുമേനിയും പുനമഠത്തിൽ അച്ഛന്റെ കാർട്ടൂൺ കഥാപാത്രമായി.
പ്രസംഗത്തെക്കാൾ സമൂഹത്തെ ചലിപ്പിക്കാൻ കഴിയുന്നതാണ് കാർട്ടൂണുകൾ എന്നാണ് കാർട്ടൂണിസ്റ്റ് യേശുദാസിന്റെയും ജോയി കുളനടയുടെയും ശിഷ്യനായ ഫാദർ ജോസ് പുനമടത്തിന്റെ അഭിപ്രായം. സമകാലിക വിഷയങ്ങളുമായി സംവദിക്കുന്ന കാർട്ടൂണുകൾ സമൂഹത്തിലെ തിരുത്തൽ ശക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് സമൂഹത്തിൽ നന്മയുടെ സന്ദേശമെത്തിക്കാൻ ഈ വൈദികൻ ഇങ്ങനെയൊരു വഴി തിരഞ്ഞെടുക്കുന്നതും. ദില്ലിയിൽ നിന്നും ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം എം സന്തോഷ്. ശബരിമല മണ്ഡല പൂജയ്ക്ക് മുന്നോടിയായി അയ്യപ്പന് ചാർത്താനുള്ള തങ്കയങ്കി ഘോഷയാത്ര ശരംകുത്തിയിലെത്തി. വൈകിട്ട് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയാകും നടക്കുക. മകരവിളക്കിനെന്ന പോലെ വൻ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ലെസ്ലി ചേരുന്നു. ലെസ്ലി, എപ്പോഴായിരിക്കും തങ്കയങ്കി ചാർത്തുന്ന ചടങ്ങുകൾ നടക്കുക? വിശദാംശങ്ങൾ. ധന്യ, ആയിരക്കണക്കിന് ഭക്തന്മാരെ സാക്ഷിയാക്കിയുള്ള ദീപാരാധനയ്ക്ക് ഇന്ന് 6:45 തുടക്കം കുറിക്കും. 22-ന് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്രയായി വന്ന തങ്കയങ്കി ഇപ്പോൾ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കമുള്ള ദേവസ്വം അധികൃതർ ശരംകുത്തിയിൽ സ്വീകരിച്ചിരിക്കുകയാണ്. 6:10 ഇത് സന്നിധാനത്ത് കൊടിമരച്ചോട്ടിലെത്തിക്കുകയും തന്ത്രിയും മേൽശാന്തിയും ഏറ്റുവാങ്ങി ശ്രീകോവിലെത്തിച്ച് ദീപാരാധന നടത്തുകയുമാണ് ചെയ്യുന്നത്. വലിയ ദർശന സൗഭാഗ്യത്തിനായി ആയിരക്കണക്കിന് ഭക്തന്മാരാണ് ഇപ്പോൾ സന്നിധാനത്ത് തമ്പടിച്ചിരിക്കുന്നത്. അതീവ സുരക്ഷയോട് തന്നെ പോലീസ് സന്നാഹങ്ങൾ എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഭക്തന്മാരെ നിയന്ത്രിക്കുന്നതിനുള്ള നിയന്ത്രണാതീതമായ രീതിയിലേക്ക് ഭക്തന്മാരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. മകരവിളക്കൻ എന്ന പോലെയുള്ള ഭക്തരുടെ തിക്കും തിരക്കും അനുഭവപ്പെടുന്ന അവസ്ഥയാണ് ഇപ്പോൾ സന്നിധാനത്തുള്ളത്. 6:45 മുഹൂർത്തത്തിൽ ലെസ്ലിയാണ് വിശദാംശങ്ങൾ നൽകിയത്.